എക്സാം ഒക്കെ ക്ലിയർ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പൊ ഇനി ഇതാ നമ്മുടെ ആനുവൽ എക്സാം ഇങ്ങ് വന്നെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷനിലേക്ക് കടന്നാലോ. അപ്പൊ LSS എക്സാം ക്ലിയർ ചെയ്തവർക്കും അത് എഴുതാത്തവർക്കും ഒക്കെ നമ്മുടെ ആനുവൽ എക്സാം നിർബന്ധമായിട്ടും എഴുതണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എന്താ നോക്കിയാലോ. ഇവിടെ നോക്കിയേ, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ്? അതായത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ തലവൻ ആരാണ്? The head of the ഗ്രാമപഞ്ചായത്ത് ആരാണ്? The head of the ഗ്രാമപഞ്ചായത്ത് ആരാ മക്കളെ? head of the ഗ്രാമപഞ്ചായത്ത്. യെസ്, head of the ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസിഡന്റ് ആണ് അല്ലെ. ഹെഡ് ഓഫ് ദ ഗ്രാമപഞ്ചായത്ത് ആരാണ്? യെസ്, ഹെഡ് ഓഫ് ദ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസിഡന്റ് ആണ്. അതേപോലെ ദ ഹെഡ് ഓഫ് ദ മുനിസിപ്പാലിറ്റി, അതായത് മുനിസിപ്പാലിറ്റിയുടെ തലവൻ ആരാണ്? മുനിസിപ്പാലിറ്റിയുടെ തലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതാണ് മുനിസിപ്പൽ ചെയർമാൻ അല്ലെ. ചെയർമാൻ ആണ് ആര്? മുനിസിപ്പാലിറ്റിയുടെ തലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ചെയർമാൻ. ചെയർമാൻ ആണ് മുനിസിപ്പാലിറ്റിയുടെ തലവൻ. അതേപോലെ കോർപ്പറേഷന്റെ തലവൻ ആരാണ്? കോർപ്പറേഷന്റെ തലവനാണ് മേയർ. ആരാണ്? മേയർ ആണ് കോർപ്പറേഷന്റെ തലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, പഞ്ചായത്തിൻ്റെത് ഹെഡ് ഓഫ് ദ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഹെഡ് ഓഫ് ദ മുനിസിപ്പൽ ആരാണ് ചോദിച്ചാൽ മുനിസിപ്പാലിറ്റി മുനിസിപ്പൽ ചെയർമാൻ ആണ്. അതേപോലെ ഹെഡ് ഓഫ് കോർപ്പറേഷൻ ആരാണെന്ന് ചോദിച്ചാൽ മേയർ ആണ് കോർപ്പറേഷന്റെ ഹെഡ് തലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? യെസ്. നോക്കിയേ, നമ്മുടെ ജലത്തെ കുറിച്ച് സോളിഡ് ആയിട്ടുള്ളതും ലിക്വിഡ്, ഗ്യാസ്, ഇങ്ങനെ പല ഫോംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതാ അപ്പോ ജലത്തിന്റെ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ജലത്തിന്റെ ഖരവാതക രൂപങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാ മക്കളെ ജലത്തിന്റെ ഖരവാതക രൂപങ്ങൾ? ഏതൊക്കെയാണ്? ജലം അല്ലെ, ജലത്തിന്റെ ഖരവാതക രൂപം. ജലത്തിന്റെ ഖരരൂപം ഏതാണ്? ജലത്തിന്റെ ഖരരൂപമാണ് നമ്മുടെ ഐസ് അല്ലെ. ഐസ് ആണ് ജലത്തിന്റെ ഖരരൂപം അല്ലെ. ഐസ് ആണ് ജലത്തിന്റെ ഖരരൂപം. ജലത്തിന്റെ ലിക്വിഡ് ആയിട്ടുള്ള രൂപം ഏതാ? ഇത് സോളിഡ് ആണ്. ഏതാണ്? സോളിഡ് ആയിട്ടുള്ള രൂപമാണ് ഐസ്. ഐസിന്റെ ലിക്വിഡ് ആയിട്ടുള്ള രൂപം ഏതാ മക്കളെ? ലിക്വിഡ് ആയിട്ടുള്ള രൂപം. ഐസിന്റെ ലിക്വിഡ് ആയിട്ടുള്ള രൂപമാണ്. ഐസ് ചൂടാക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഐസ് ചൂടാക്കുമ്പോൾ നമുക്ക് ജലം കിട്ടും അല്ലെ. ഐസ് ചൂടാക്കുമ്പോൾ നമുക്ക് ജലം കിട്ടും. ഈ ജലമാണ് എന്ത്? ഐസിന്റെ ലിക്വിഡ് ആയിട്ടുള്ള ഫോം അല്ലെ. ലിക്വിഡ് ആയിട്ടുള്ള ഫോം. ഐസിന്റെ ലിക്വിഡ് ആയിട്ടുള്ള ഫോം ഏതാണ്? വാട്ടർ ആണ്, അല്ലെങ്കിൽ ജലമാണ്. ഈ ജലത്തെ ഈ ഒരു ഐസിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഈ ഒരു ഐസിനെ ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ ജലമായിട്ട് മാറുക അല്ലെ. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാല് എന്തായിട്ട് മാറും? ജലമായിട്ട് മാറും, ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാല് അല്ലെ. വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. ഈ ഒരു ജലത്തെ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ഹീറ്റ് ചെയ്തപ്പോ എന്ത് വന്നു? ഈ ഒരു ജലത്തെ വീണ്ടും ഹീറ്റ് ചെയ്തപ്പോ ഇതിൽ നിന്ന് ഒരാൾ പോയി. ആരാണ് പോയത്? ആരാണ്? വാട്ടർ വേപ്പർ ആണ്. വാട്ടർ വേപ്പർ ആണ് പോയത്. അതായത് നീരാവി. ഈ നീരാവി തണുക്കുമ്പോ ആരായിട്ട് മാറും? നീരാവി തണുക്കുമ്പോ ആരായിട്ട് മാറും മക്കളെ? വീണ്ടും ജലമായിട്ട് മാറും, വാട്ടർ ആയിട്ട് മാറും, അല്ലെങ്കിൽ ജലമായിട്ട് മാറും. ഈ ജലത്തെ വീണ്ടും തണുപ്പിച്ചു കഴിഞ്ഞാൽ എന്താവും? വീണ്ടും ഐസ് ആയിട്ട് മാറും. ഇങ്ങനെയാണ് ഈ ഒരു ജലത്തിന്റെ വിവിധ രൂപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ജലത്തിന്റെ ഖരരൂപമാണ് ഐസ്. ഐസിനെ ഹീറ്റ് ചെയ്താൽ, ചൂടാക്കി കഴിഞ്ഞാൽ വെള്ളമാവുന്നു. വെള്ളത്തെ വീണ്ടും ചൂടാക്കുമ്പോൾ അത് നീരാവി ആകുന്നു, വാട്ടർ വേപ്പർ ആകുന്നു. വീണ്ടും വെള്ളത്തെ എന്ത് ചെയ്യുക? ഈ ഒരു വാട്ടർ വേപ്പറിനെ തണുപ്പിക്കുമ്പോൾ എന്താവും? ജലമായിട്ട് മാറും. ഈ ജലത്തെ വീണ്ടും തണുപ്പിച്ചു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും മക്കളെ? ഐസ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ ഫീച്ചേഴ്സ് ഓഫ് സോളിഡ്, ഖരവസ്തുക്കളുടെ സവിശേഷതകൾ ചോദിച്ചാൽ എന്റെ മക്കൾക്ക് പറയാൻ പറ്റില്ലേ? യെസ്, ഖരവസ്തുക്കൾക്ക് എന്തുണ്ട്? ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉണ്ട് അല്ലെ. ഡെഫിനിറ്റ് ആയിട്ടുള്ള എന്തുണ്ട്? ഷേപ്പ് ഉണ്ട്. അതേപോലെ അതിന് വെയിറ്റ് ഉണ്ട്, സൈസും ഉണ്ട്. സോളിഡ് ആയിട്ടുള്ളയും ഗ്യാസ് ആയിട്ടുള്ളയും വസ്തുക്കൾക്ക് എന്തില്ല? ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഇല്ല അല്ലെ. ജലത്തിനായാലും ലിക്വിഡ്, അതായത് ലിക്വിഡ് അവസ്ഥയിലുള്ള ജലത്തിനായാലും ഗ്യാസ് അവസ്ഥയിലുള്ള വായുവിന് എന്തില്ല? ഒരു നിശ്ചിത ഷേപ്പ് ഇല്ല. പക്ഷെ എന്തുണ്ട്? വെയിറ്റ് ഉണ്ട്, ഭാരമുണ്ട് അല്ലെ. ഭാരമുണ്ട്. ഓക്കെ,
നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന. അതായത് നമ്മുടെ ലിക്വിഡിനെ കുറിച്ച്, ദ്രാവകങ്ങൾക്ക് എന്തെല്ലാം നമ്മൾ പറഞ്ഞു, സോളിഡിന് ദ്രാവകങ്ങൾക്ക് നിശ്ചിത ഷേപ്പ് ഇല്ല, ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ല. എന്തിനാണ് ഷേപ്പ് ഉള്ളത്? സോളിഡിനാണ് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉള്ളത് എന്ന് എൻ്റെ മക്കളെ ഒന്ന് പഠിച്ചു വെക്കണം. നോക്കിയേ, ഇനി ഒരു പുതിയ ക്വസ്റ്റ്യൻ. ദ്രാവകാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഹീറ്റ് കൊടുത്തപ്പോഴാണ് ദ്രാവകാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്ക് മാറിയത്. ഓക്കെ, നോക്കിയേ, ഒരു പ്രത്യേക പ്രദേശത്തെ, ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. നോക്കിയേ, ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായിട്ടുള്ള ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് എന്ത്? ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ. ഇക്കോസിസ്റ്റം എന്താണെന്ന് തന്നെ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ, an ecosystem includes the mutually dependent biotic and abiotic factors. ബയോട്ടിക് ആയിട്ടുള്ള ഫാക്ടേഴ്സും അബയോട്ടിക് ആയിട്ടുള്ള ഫാക്ടേഴ്സും ചേർന്നിട്ടുള്ളതാണ് എന്ത്? ഇക്കോസിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്നുള്ളത്. ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങൾ ചോദിച്ചാൽ എൻ്റെ മക്കൾക്ക് പറയാനാവും. ഫോറസ്റ്റ് ആയാലും, കാട്, അതേപോലെ മരുഭൂമി, ഡെസേർട്ട് ആയാലും, ഈ ഒരു കാവ്, സേക്രഡ് ഗ്രൂം ആയാലും, നമ്മുടെ പോണ്ട്, കുളമായാലും, ഈ ഒരു ഹില്ല്, കുന്നായാലും, കടലായാലും, ഇതൊക്കെ എന്താണ്? നമ്മുടെ ഇക്കോസിസ്റ്റത്തിന് ഉദാഹരണമാണ്, ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ്. അപ്പൊ ഇക്കോസിസ്റ്റം ഓക്കെ അല്ലേ? എല്ലാ ജീവികളും, ജീവനുള്ള ജീവികളും ജീവനില്ലാത്ത ജീവികളും, ബയോട്ടിക് ആയിട്ടും അബയോട്ടിക് ആയിട്ടുമുള്ള എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാവുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? യെസ്. അപ്പൊ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഇനിയും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മിസ് ഇങ്ങനെ ഓടി വരും. അപ്പൊ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടും എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഇതൊക്കെ നമ്മുടെ ആനുവൽ എക്സാമിന് ചോദിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.